ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടില്ല. അപ്പം ഇന്നത്തെ നല്ല എപ്പിസോഡ് ആയത് കാരണമായിരിക്കും അവരത് ഡിലേ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഉച്ചയോട് കൂടിയിട്ട് വരുള്ളൂ. ഉച്ചയ്ക്ക് വന്ന ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇടാട്ടോ, എല്ലാവരും കാണണേ. ഇപ്പോൾ ഇന്നലത്തെ പ്രമോ മുമ്പ് കാണിച്ചിട്ടുള്ള പ്രമോ ഒക്കെ കൂടിയിട്ട് റിവ്യൂ പറയുകയാണേ. അപ്പോൾ നമ്മുടെ ജീനയുടെ അടുത്തുനിന്ന് വിക്രം പോകുന്നുണ്ട്. വിക്രം പോയി കഴിഞ്ഞതിന് ശേഷം ജീനയ്ക്ക് എങ്ങനെയാണ് അപകടം പറ്റിയെന്നുള്ള കാര്യമൊക്കെ വിക്രം അറിയാണ് കേട്ടോ. അപ്പോൾ ഒരു പെൺകുട്ടിനെ കൊണ്ട് ഓട്ടോയിൽ പോയിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതെന്നും ആ ഓട്ടോയിലുണ്ടായിരുന്ന പെൺകുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ വിക്രം അറിയാണ് കേട്ടോ. അപ്പോഴാണ് ജീനയുടെ ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്നത് വേദയാണെന്നുള്ളൊരു കാര്യം വിക്രം അറിയുന്നത്. അങ്ങനെയുള്ള ഒരു അറിവിലാണ് വിക്രം നേരെ ഇവർ തപ്പി ഇറങ്ങുന്നത്. അപ്പം അങ്ങനെ അഭിലാഷിൻ്റെ സംഘക്കാരായ കാരണം അഭിലാഷിൻ്റെ സ്ഥലങ്ങളൊക്കെ ഏകദേശം വിക്രമിന് അറിയാലോ. അപ്പം അങ്ങനെ അന്വേഷിച്ച് വിക്രം നേരെ ആ ഒരു വീട്ടിലേക്ക് എത്താണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ വാസവനി MLA ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വേദന കാണാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. വേദനയോട് പറയുന്നുണ്ട്, ഇതിപ്പോൾ നേരത്തോട് നേരം കഴിഞ്ഞല്ലോ, ഒരു മനുഷ്യ കുഞ്ഞു പോലും നിന്നെ രക്ഷിക്കാൻ വന്നില്ല. ജഡ്ജി ശങ്കരനാരായണൻ്റെ മകളാണ്, ഇത്രയും വലിയൊരു ഗുണ്ട വിക്രമിൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്നെ രക്ഷിക്കാൻ ആർക്കും വരാൻ കഴിഞ്ഞില്ലല്ലോ. പോട്ടെ, ഒരു ദിവസം കഴിഞ്ഞിട്ടും നീ എവിടെയാണെന്ന് പോലും ആരും അന്വേഷിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേദന പരിഹസിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്തുന്നുണ്ടെങ്കിലോ ആദ്യം കുറേ അന്വേഷിച്ചൊക്കെ നടക്കുന്നുണ്ട്. ജനലിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തി നോക്കുന്നുണ്ട്. എല്ലാ വാതിലുകളും ജനലുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണല്ലോ. വാസവനാണെന്നുണ്ടെങ്കിൽ വേദന ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നിന്നെ രക്ഷിക്കാനോ എന്തായാലും ഒരാളും വരാൻ പോകുന്നില്ല, നീ ഇവിടെ കിടന്ന് തീരേ ഉള്ളൂ. എൻ്റെ മോൻ എന്തൊക്കെ വേദനയാണ് അനുഭവിച്ചതെന്ന് നിനക്കറിയണ്ടേ? അവനിപ്പോഴും ഒരു ബോധം വന്നിട്ടില്ല. അവന് ബോധം വന്നാൽ തന്നെ ഇനി അങ്ങോട്ടുള്ള അവൻ്റെ ജീവിതം എന്താവും എന്നും അറിയില്ല. അപ്പം അതുപോലെ തന്നെ അനുഭവിക്കണം നിൻ്റെ ഭർത്താവും, അതുപോലെ തന്നെ നിൻ്റെ അച്ഛനൊക്കെ നിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് സങ്കടപ്പെടണം. നിൻ്റെ ഭർത്താവിനെ ജാമ്യത്തിൽ വിട്ടത് നിൻ്റെ അച്ഛനാണ്. നിൻ്റെ അച്ഛനും നിൻ്റെ മുൻകാമുകനും കൂടിയിട്ടുള്ള ചേർന്നിട്ടുള്ള ഒരു ഡ്രാമയായിരുന്നു ഇതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ എനിക്ക് എന്തായാലും നിന്നോട് പ്രത്യേകിച്ച് വിരോധവും പകയൊന്നുമില്ല, എങ്കിലും നിന്നെ തീർക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. എൻ്റെ മോൻ അനുഭവിച്ച അതേ വേദന നീയും അനുഭവിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ വായിൽ തുണി ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും പറയാനൊന്നും പറ്റില്ലല്ലോ കേട്ടോ. വേദയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പെട്ടു എന്നുള്ള രീതിയിൽ ആകെ സങ്കടപ്പെട്ടും വിഷമിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ വിക്രം വരും, അവസാന നിമിഷമെങ്കിലും വിക്രം വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. കാരണം ഒരു ദിവസമായാലും വേദന കാണാതായിട്ട്. അപ്പോൾ എന്തായാലും വിക്രം വരും തന്നെ ഉള്ളൊരു പ്രതീക്ഷയിൽ വേദ ഇരിക്കുകയാണ്. പക്ഷേ വാസവനാണെന്നുണ്ടെങ്കിൽ വിക്രമിനോടല്ല നമ്മുടെ അഭിലാഷിനോട് പറയുകയാണ്, ഇനിയിപ്പോൾ കാത്തിരിക്കൊന്നും വേണ്ട, ഇനിയിപ്പോൾ കാത്തിരുന്നിട്ട് എന്താ കാര്യം? ഒരു ദിവസം കഴിഞ്ഞില്ലേ, ഇവളെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല, ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാം എന്ന് പറയാൻ കേട്ടോ. ഇവളെ കൈയും കാലും തല്ലി ഓടിക്കണം, അതുപോലെ തന്നെ തണ്ടലൊടിക്കണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. എൻ്റെ മോനെ അവൻ എന്തൊക്കെയാണ് ആ നടു റോട്ടിലിട്ട് ചെയ്തത് അതുപോലെയൊക്കെ ഇവളെയും ചെയ്യണം. ഇവളിനി എഴുന്നേറ്റ് നിൽക്കരുത്. പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നിങ്ങളും ചെയ്തോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഒരിറ്റ് ശ്വാസം ബാക്കി വെച്ചേക്കണം കേട്ടോ. കാരണം ഇവളൊരിറ്റ് ശ്വാസത്തിന് വേണ്ടി പെടയുന്നത് എനിക്ക് കാണണം. മാത്രമല്ല ഇവളുടെ അച്ഛനും ഇവളുടെ ഭർത്താവും ഒക്കെ കാണണം ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടിയിട്ട് പെടഞ്ഞ് കിടക്കുന്നത്. അങ്ങനെ ഒരു കാഴ്ചയാണ് എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു ശിക്ഷ എന്ന് പറയുന്നത്. എൻ്റെ മോൻ കിടക്കുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ ഇവളും പോയി കിടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വാസവൻ പോകും കേട്ടോ. അതിന് ശേഷം വാസവൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് അഭിലാഷ് വന്നിട്ട് പറയുന്നത് കേട്ടില്ലേ, അദ്ദേഹം പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നും പിന്നെ പറയാനുള്ള ഇതില്ല. അദ്ദേഹം എന്താണോ പറയുന്നത് അതുപോലെ ഞങ്ങൾ ചെയ്യും. കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, അതല്ല സ്നേഹിക്കാൻ പറഞ്ഞാൽ സ്നേഹിക്കും. എന്തായാലും നിന്നെയും അദ്ദേഹത്തിൻ്റെ മകൻ കെടുന്ന പോലെ കെടുത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അത് തന്നെ ചെയ്തേക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അതിന് ശേഷം ഒരു വേദന എടുത്തേക്ക് അഭിലാഷ് ഇങ്ങനെ വരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഇരുമ്പ് വടി അഭിലാഷിൻ്റെ തലയ്ക്ക് വന്ന് അടിക്കുന്നത് കേട്ടോ. നോക്കുമ്പോൾ നമ്മുടെ വിക്രം ഹീറോ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു മേശയമ്മൽ ഇരിക്കുകയാണ് കേട്ടോ. അത് കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ്. വേദയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. കാരണം വിക്രം വരും എന്നുള്ളൊരു പ്രതീക്ഷ അവസാന നിമിഷമുണ്ട്. വേദനയൊക്കെ തൊടാനായിട്ട് അഭിലാഷ് കൈ വെച്ച സമയത്ത് തന്നെ വിക്രം ഇരുമ്പ് വടി വെച്ചിട്ട് എറിയാണ് കേട്ടോ.
അതിനുശേഷം പിന്നീട് നടന്നത് വലിയൊരു ഫൈറ്റാണ് കേട്ടോ. അഭിലാഷും വിക്രമും ഗുണ്ടകളൊക്കെ ചേർന്നിട്ടുള്ളൊരു ഫൈറ്റ്. ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഇരുമ്പ് വടിക്ക് വെച്ചിട്ട് വിക്രമിൻ്റെ തലക്കടിച്ച് വിക്രം ബോധം കെട്ട് വീഴുന്നുണ്ട്. പക്ഷേ എങ്കിലും വിക്രമും വേദയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ബോധം വീഴുന്ന ഒരു സമയത്ത് വിക്രം എഴുന്നേറ്റ് വേദന കയ്യിൻ്റെ കെട്ടൊക്കെ അഴിച്ചിങ്ങാണ്ട് വേദനയും കൊണ്ട് പുറകുവശത്തെ വാതിലിൽ കൂടെ ഇറങ്ങി ഓടുന്നുണ്ട്. ഇറങ്ങി ഓടുന്നത് വണ്ടി എടുത്തൊന്നും പോകാൻ പറ്റിയില്ല. ഒരു കാട്ടിലേക്കാണ് പോകുന്നത്. കാട്ടിൽ ചെന്നതിന് ശേഷം ഇവർ തമ്മിലുള്ള കുറച്ച് പ്രണയ നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. വേദ നല്ലൊരു പാട്ട്, കറുത്ത കാട് എന്നുള്ള ഒരു പാട്ട് പാടുന്നതും പിന്നീട് ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോൾ വേദന കാലൊക്കെ ഉളുക്കാണ് കേട്ടോ. അപ്പോൾ വിക്രമ വേദന എടുത്തിങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇതൊന്നും മുഴുവനായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവില്ല കേട്ടോ. ഏകദേശം ഒരു പകുതി വേദന രക്ഷിച്ച് ഓടുന്ന ഒരു ഭാഗം വരെ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവുള്ളൂ. മൊത്തത്തിൽ ഞാൻ കണ്ട പ്രമോ പറഞ്ഞതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.